എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ആന ചവിട്ടി കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കേരള ഹൈക്കോടതി അറിയണം, ഒരു പെങ്കൊച്ച് ആന ചവിട്ടി ചാകുന്നതിന് മുന്നേ കേരള ഹൈക്കോടതിയിൽ വന്നിരുന്നു, അവകാശത്തിന് വേണ്ടി പോരാടിയിരുന്നു. എന്നിട്ടും കേരള ഹൈക്കോടതിയും ജനാധിപത്യ വ്യവസ്ഥയും കേട്ടിട്ടില്ല. എന്നിട്ടാണ് ഈ മരിച്ചു കിടക്കുന്നത്, ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നത് എന്നുള്ളത് അറിയണമെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമ്മുടെ കോതമംഗലത്തൊക്കെ ആളുകളെ ആന ചവിട്ടി കൊല്ലുകയാണ്. 2 പ്രാവശ്യം കോടതിയുടെ വിധി ലംഘിച്ച ഇവർക്ക് ഞാൻ ഭൂമി എഴുതി കൊടുത്താൽ എനിക്ക് ബാക്കിയുള്ള നഷ്ടപരിഹാര തുക കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് എന്റെ ആശങ്കകൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കോടതി വിധി ഇങ്ങനെ വന്നു. എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനംവകുപ്പ് കെട്ടിവെക്കണം. അത് കണ്ടു ബോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുക്കണം. വനംവകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും. സാങ്കേതികതകളും മുട്ടുന്യായങ്ങളും പറഞ്ഞ് അർഹതപ്പെട്ട പണം പിടിച്ചുവച്ച വനംവകുപ്പിനെ ഒറ്റയ്ക്ക് പോരാടി തോൽപ്പിച്ച കഥയാണ് കോതമംഗലം സ്വദേശിനി മീമോളുടേത്. 1.5 വർഷം അഭിഭാഷകരില്ലാതെ കോടതി യുദ്ധം, ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് നീതി. ഇച്ഛാശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ് കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനി പൈനാടത്ത് മീമോൾ പി ഡേവിസ്. കഥ ഇങ്ങനെയാണ്. കോതമംഗലത്ത് വന്യജീവി ശല്യമുള്ള പ്രദേശത്താണ് മെയ്മോളും ക്യാൻസർ ബാധിതയായ മാതാവ് മോളിയും താമസിച്ചിരുന്നത്. മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മാതാവ് മോളി ഏതാണ്ട് 1.5 ഏക്കറിൽ വിവിധ കൃഷികൾ ചെയ്തിരുന്നു. അതായിരുന്നു ഉപജീവനമാർഗം. പക്ഷേ രാത്രിയും പകലുമൊക്കെ കൂട്ടത്തോടെയാണ് ആനകൾ കയറി വരിക. ഒരിക്കൽ പട്ടാപ്പകൽ വീട്ടുമുറ്റത്ത് കയറി വന്ന കാട്ടാന മോളിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആനകളും മറ്റു വന്യജീവികളും കൃഷി നശിപ്പിക്കാനും ജീവന് ഭീഷണിയാകാനും ആരംഭിച്ചതോടെ കുടുംബം ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. ആന ആക്രമിച്ച് അമ്മ വീഴുന്ന സമയത്ത് തുമ്പിക്കൈ ഇങ്ങോട്ട് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാഗ്യവശാൽ അമ്മ വീണതുകൊണ്ട് അടിയേറ്റില്ല. അപ്പൊ ഞങ്ങള് ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് വനം വകുപ്പ് 2018 മുന്നോട്ടേക്ക് വെച്ചൊരു പ്രൊജക്റ്റാണ്. എൻ്റെ അമ്മേനെ ആന ആക്രമിക്കുന്നവരെ ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് ഭൂമി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഇത്രയും നല്ല മണ്ണാണ് നമുക്ക്. ഇപ്പോഴത്തെ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. നമ്മുടെ പറമ്പിൽ 11ഓളം തെങ്ങുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുന്ന, പശുവും ആടും കോഴിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് ഒരു കാരണവശാലും ഭൂമി കൊടുക്കുന്നുണ്ടായില്ല. പക്ഷെ ആന ആക്രമിച്ചു നമുക്ക് നിലനിൽപ്പ് പ്രശ്നമായി വന്നു. മണ്ണ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ജീവൻ പോകുമെന്നുള്ള പ്രശ്നം വന്നു. ഓൾറെഡി അപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പം മരിച്ചതിന് ശേഷം അമ്മയുടെ ക്യാൻസറും കൂടെ ആകുമ്പോൾ ഞങ്ങൾ പിന്നെ അനാഥരായി പോകില്ലേ, മണ്ണും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് ഭൂമി കൊടുക്കുന്നത്. പക്ഷെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് വനംവകുപ്പ് എന്റെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടായില്ല. റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനം വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായാണ് മെയ്മോൾ 1.5 വർഷം ഹൈക്കോടതി കയറിയിറങ്ങിയത്. അതും അഭിഭാഷകരില്ലാതെ. പ്രദേശത്തെ മറ്റു കുടുംബങ്ങൾക്കൊപ്പമാണ് മെയ്മോളുടെ കുടുംബവും കൈവശഭൂമി കൈമാറാനുള്ള സന്നദ്ധത വനം വകുപ്പിനെ അറിയിച്ചത്. 2023 ഓഗസ്റ്റ് 22 നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല. തുടർന്നാണ് മെയ്മോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അക്കഥ മെയ്മോൾ തന്നെ രസകരമായി വിവരിക്കും. കേരള ഹൈക്കോടതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ചെല്ലുന്നു, നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല. നമ്മൾ ചെല്ലുന്നു, പറയുന്നു, കാര്യം നടക്കുന്നു, പോരുന്നു, അങ്ങനെയല്ല സംവിധാനം. ഞാൻ അതിലൊരു രീതിയുണ്ട്. ആ രീതിക്ക് ഞാൻ ആദ്യം പോയതൊരു വക്കീലിനെ കണ്ടു. വക്കീലിന്റെ ഫീസ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ കെൽസയിൽ പോയി. നമുക്ക് നിയമസഹായം തരുന്ന ഒരു സംവിധാനമാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റി, കെൽസ. ഞാൻ കെൽസയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു, തനിക്ക് ഇത്രയും ഞങ്ങളോട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നേരെ കോടതിയിൽ എത്തിച്ചുകൂടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ അവര് ഒരു കേസ് ഫയലിന്റെ ഒരു മാതൃക എനിക്ക് അയച്ചു തന്നു. ഇങ്ങനെയാന്ന് പറഞ്ഞു. അതായത് കേസ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കാൻ ഒരു സിനോപ്സിസ് വേണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് വേണം, ഗ്രൗണ്ട്സ് വേണം, പ്രെയർ വേണം, ആൻഡ് ദെൻ എക്സിബിറ്റുകൾ വേണം. എക്സിബിറ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് തെളിവുകളായിട്ട് ഹാജരാക്കണം. എക്സിബിറ്റ് എന്നുള്ളത് തെളിവാണ്. ഇങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് വെച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ അപേക്ഷിക്കുന്നു, ഇപ്പൊ തന്നെ ശരിയാകുമെന്ന് വിചാരിച്ചു. പക്ഷെ 22ഓളം ഡിഫക്റ്റുകൾ പറഞ്ഞ് കോടതി അത് ഫയൽ സ്വീകരിച്ചില്ല. സ്ക്രൂട്ടിനി ഡിപ്പാർട്ട്മെന്റ് അത് തള്ളി. ഞാൻ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്മാറില്ല. അപ്പൊ 22 ഡിഫക്റ്റ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 22 ഡിഫക്റ്റ് ഒക്കെ വരുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ പിന്മാറും എന്നാ പറയാം. പക്ഷെ ഞാൻ ആ 22 ഡിഫക്റ്റും കറക്റ്റ് ചെയ്തതിന് ശേഷം കേരള ഹൈക്കോടതിയിൽ എത്തിച്ചു. ആദ്യം വന്നത് WPC റിട്ട് പെറ്റീഷൻ ആയിരുന്നു. റിട്ട് പെറ്റീഷൻ 21652/2024 എന്ന് പറഞ്ഞൊരു കേസ്. അതിൽ വിധി വന്നു, എൻ്റെ ഭൂമി ഏറ്റെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് വനം വകുപ്പ് തള്ളിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു, സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അടുത്ത WPC ഫയൽ ചെയ്തു. അത് വനം വകുപ്പ്
വിധി ഇങ്ങനെയായിരുന്നു: 3 മാസത്തിനുള്ളിൽ പരാതിക്കാരിയുടെ ഭൂമി വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ട് അതിനുള്ള നഷ്ടപരിഹാര തുക കൊടുക്കണം എന്നുള്ളത്. ആ വിധി വന്നത് ജൂലൈ 2025 ജൂലൈ 9, 2024 തീയതിയാണ്. ആ വിധി വന്നു. 3 മാസം കഴിഞ്ഞു, 5 മാസവും കഴിഞ്ഞു. വനം വകുപ്പ് അത് പാലിച്ചില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. കോടതിയലക്ഷ്യ കേസിലൊരു ഉത്തരവ് വന്നു, 60 ദിവസത്തിനകം നഷ്ടപരിഹാര തുക കൊടുക്കണം എന്നുള്ളത്. അതും വനം വകുപ്പ് പാലിച്ചില്ല. അതിനുശേഷം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും പോയി. അങ്ങനെ ഒരു നിസ്സാരമായൊരു രാത്രി ആയിരുന്നില്ല. 3 WPC, 2 കോടതിയലക്ഷ്യ കേസ്, ഒരു റിവ്യൂ പെറ്റീഷൻ. കാരണം ഒരു വിധി വന്നത്, കോടതിയലക്ഷ്യ കേസിന്മേൽ വന്ന വിധിയെ എതിർകക്ഷികൾ പുനർപരിശോധന ഹർജി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവസാനമായിട്ട് ഇപ്പം ഞാൻ ജയിച്ചിരിക്കുന്ന ആ വിധി. അതിന്റെ വാദം നടന്നത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലാണ്. ആ വിധി ഇങ്ങനെയാണ്: അപ്പീൽ പോയതാണ്. അത് പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പ് പരാതിക്കാരിയായ എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും കോടതിയിൽ കെട്ടിവെക്കണം. അത് കണ്ട് പരാതിക്കാരി ബോധ്യപ്പെട്ടതിന് ശേഷം വനം വകുപ്പിലേക്ക് ഈ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രൊജക്ടിന് കുറച്ച് മാർഗനിർദ്ദേശ രീതികളുണ്ട്. അതായത് നമ്മൾ ഭൂമി കൊടുക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചതിന് ശേഷം നമ്മൾ DFOയുമായിട്ട്, നമ്മുടെ അടുത്തുള്ള DFOയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിടണം. നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം നമ്മൾ ഭൂമി എഴുതി കൊടുക്കും എന്നുള്ളത്. അങ്ങനെ എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം നമുക്ക് ആദ്യഘട്ട പൈസ കിട്ടും. നഷ്ടപരിഹാര തുകകൾ അനുവദിക്കാൻ കുറച്ച് മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് പ്രകാരം നമുക്ക് പൈസ കിട്ടും. 50% പൈസ നമ്മൾ കൈപ്പറ്റിയാൽ നമ്മൾ ഭൂമി സർക്കാരിലേക്ക് എഴുതി കൊടുക്കണം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ 2 പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധി ഞാൻ ബഹുമാനിച്ചിരിക്കുകയും അത് വനം വകുപ്പ് ലംഘിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ ഒരു വിധിയും കോടതി അലക്ഷ്യ കേസിന്മേലുള്ള വിധിയും വനം വകുപ്പ് ലംഘിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ച വനം വകുപ്പിന് ഞാൻ എൻ്റെ ഭൂമി എഴുതി കൊടുത്താൽ, ശരിയാണ്, എനിക്ക് ആദ്യഘട്ടത്തെ 50% പൈസ കിട്ടി. ഇനി നിയമപ്രകാരം ഞാൻ ഭൂമി വനം വകുപ്പിൽ എഴുതി കൊടുത്താലാണ് എനിക്ക് 2ാം ഘട്ടത്തെ പൈസ കിട്ടുള്ളൂ. പക്ഷെ 2 പ്രാവശ്യം കോടതിയുടെ വിധി ലംഘിച്ച ഇവർക്ക് ഞാൻ ഭൂമി എഴുതി കൊടുത്താൽ എനിക്ക് ബാക്കിയുള്ള നഷ്ടപരിഹാര തുക കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് എൻ്റെ ആശങ്കകൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കോടതി വിധി ഇങ്ങനെ വന്നു: എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനം വകുപ്പ് കെട്ടിവെക്കണം. അത് കണ്ടു ബോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനം വകുപ്പിൽ എഴുതി കൊടുക്കണം. വനം വകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും. യുദ്ധം നമ്മുടെ വ്യവസ്ഥിതിയോടാണ്, അധികാരത്തിന്റെ നടത്തിപ്പുകാരായ ബ്യൂറോക്രാറ്റുകളോട്. മറ്റു പലരും പിന്മാറിപ്പോയേക്കാവുന്ന സാഹചര്യം. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത മനസ്സും ജുഡീഷ്യറിയിലുള്ള വിശ്വാസവും മെയ്മോൾക്ക് ശക്തിയായി. മാതാപിതാക്കൾ നൽകിയ ഉന്നത വിദ്യാഭ്യാസവും സ്വതവേയുള്ള ചങ്കുറപ്പും കരുത്തായി. മെയ്മോൾ പകരുന്ന പാഠം ഇതാണ്: ശരി നമ്മുടെ ഭാഗത്താണെങ്കിൽ മനസ്സുമതി ആരോടും യുദ്ധം ചെയ്യിക്കാൻ. സി മലയാളം ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.